ആ ഭൂമിക്ക് ഒരു ചരിത്രമുണ്ട്. അതൊന്നും പറഞ്ഞാ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വന്നത് ഈ വിഷയം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോവാം. അവിടുത്തെ കർഷകര് 3 നേരം വയറ് നിറയെ കഴിക്കുന്നുണ്ട്. പാവം അവരെ അങ്ങനെ ജീവിക്കാൻ വിടണം. ആഫ്റ്റർ ഓൾ കർഷകരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കർഷകർ ആഫ്റ്റർ ഓൾ അല്ല സർ. കർഷകരാണ് രാജാവ്. കർഷകരാണ് ഈ രാജ്യത്തിന്റെ അടയാളം സർ. നമ്മുടെ അതിർത്തിയില് ഒരു സൈനികന് എത്രത്തോളം ആവശ്യമുണ്ടോ, ഒരു രാജ്യത്തിന് അന്നം വിളയിക്കുന്ന കർഷകനെ അത്രത്തോളം ആവശ്യമുണ്ട് സർ. ഞാൻ ആവനി. ഭൂമിദേവിയുടെ പേരാ എനിക്കിട്ടത്. എന്റെ അച്ഛനമ്മമാര്. ആ ഭൂമിയെക്കുറിച്ച് എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ എന്തായാലും അറിയാം. നിങ്ങൾക്കതൊരു വ്യാപാര വസ്തുവാണ്. ഞങ്ങൾ അതിനെ ആരാധിക്കുന്നവരും. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമുള്ള കാര്യ. ഞങ്ങളുടെ അമ്മ എത്രയോ വർഷങ്ങളായി ഈ പറഞ്ഞതൊക്കെ ആചാരങ്ങളുടെ പേരിൽ നിലനിർത്തുന്നുണ്ട് സർ. ആ ഭൂമി കാരണം ആയിരങ്ങളുടെ വിശപ്പടങ്ങുന്നുണ്ട്. ആ ഭൂമിയിൽ ഇത്രയധികം വിളവുണ്ടാകുന്നതിന് പിന്നിൽ ഈ കുടുംബം ചെയ്ത ത്യാഗങ്ങൾ ഒരുപാടുണ്ട്. ആ ഭൂമി ആർക്കും തന്നെ വിൽക്കാനുള്ളതല്ല, അമ്മയെ പോലെ നോക്കാനുള്ളതാ. ഞങ്ങളുടെ അമ്മ ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ജാതകത്തിൽ പിറന്നവരാ. ആ നാട്ടില് ക്ഷേത്രത്തിൽ ഒരു ദേവിയുണ്ടെങ്കിൽ, ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദേവിയുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അമ്മയാ. ഈ അമ്മയുടെ സ്ഥാനം ലഭിക്കണമെങ്കിൽ എത്രയോ പുണ്യം ചെയ്ത ജന്മമായിരിക്കണം. അതിപ്പോ കാശിനു വേണ്ടി വിറ്റ് കഴിഞ്ഞ ഇത്രയും നാളും ആദരവ് തന്ന ജനം ഞങ്ങളെ തള്ളിപ്പറയും. കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ വരെ വരും. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വ്യക്തമായി സ്പഷ്ടമായി മോളത് പറഞ്ഞു. ഇത്രയും നന്നായിട്ട് മറ്റാരും പറയില്ല അവനി. സോ നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ എന്താ? ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് വിൽക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ആ ഭൂമി എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും. അതിനകത്ത് ഒരു ഫാക്ടറിയും വരാൻ പാടില്ല. എന്താ നിങ്ങൾ ഇറങ്ങിക്കോളൂ. മര്യാദയ്ക്ക് ചോദിക്കാമെന്ന് വെച്ച് വന്നതാ. ഇത്രയും നേരം അതേ മര്യാദയോടെ ഞങ്ങൾ സംസാരിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് സ്വന്തമാക്കുന്നതിന് വേണ്ടി എനിക്ക് ഒരുപാട് വഴികൾ അറിയാം. ഞങ്ങൾക്ക് അറിയുന്നത് ഒരു വഴി മാത്ര, നീതി. ഇപ്പൊ നിങ്ങള് പോകുന്നതാ നല്ലത്. എന്നെ പിണക്കുന്നത് നിങ്ങളുടെ നല്ലതിനല്ല. നിങ്ങൾ പേടിപ്പിക്കുവാണോ? വിവരമില്ലാത്ത ആളുകള് നിങ്ങളെ ദേവി എന്ന് വിളിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ ശരിക്കും ദേവിയാണെന്ന് കരുതരുത്. മിസ്റ്റർ, എന്റെ അമ്മയെ പറ്റി വേണ്ടാത്തത് പറഞ്ഞാ അത് നന്നാവില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചോദിക്കുക, സേ യെസ് ഓർ നോ. നിങ്ങളുടെ അഹങ്കാരം പുറത്തുള്ളവരോട് കാണിക്കുക. എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അതറിയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എന്ത് കണ്ടിട്ടാ ഇത്ര അഹങ്കാരം? മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ. എന്താടാ, എന്തിനാണ് നിനക്ക് മര്യാദ തരുന്നേ? ഇനി നീ സംസാരിച്ച ഞാൻ മര്യാദ മറക്കും. എന്നോടാണോ നീ പറഞ്ഞേ? എന്റെ മുന്നിൽ നീ വെറും ഒരു കുട്ടിയാടാ. വാക്കുകൾക്കൊരു ലിമിറ്റ് വേണം. ഇതുപോലുള്ള ലെക്ചേഴ്സ് ഒക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ഇറങ്ങി പോണു മിസ്റ്റർ. ഈ നടുമുറ്റത്തിരുന്ന് ഞാൻ ഈ ഡീൽ സെറ്റിൽ ചെയ്യും. വേണ്ടി വന്നാൽ ഈ വീട് ഞാൻ എന്ത് ചെയ്യുന്നു തന്നെ. നീ പിന്നെ കിടന്ന് ഡയലോഗ് അടിക്കുക. ഹൗ ഡെയർ യു! എന്റെ കോളറെ പിടിക്കാനുള്ള ധൈര്യമായോ? പുറത്തിറങ്ങി പോയില്ലെങ്കിൽ തന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും ഞാൻ. അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? നിനക്കെന്തോ വലിയ കൊമ്പുള്ള പോലെ സംസാരിക്കല്ലേ. പുറത്തിറങ്ങി പോടാ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും.
ദേഹത്ത് കൈവെക്കുന്നു. നിന്നെ മാത്രമല്ല, എന്റെ ഫാമിലിയെ തൊട്ട് ആര് കളിച്ചാലും ഇത് തന്നെ ഗതി. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നിനക്കറിയില്ല. ഏയ്, അതറിയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഒരിക്കൽ കൂടെ നീ ഇവിടെ വന്ന് ഷോ കാണിച്ച, എന്റെ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ, പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. മൈൻഡ് ഇറ്റ്. ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. സാറിനെ കണ്ട വലിയ പൊളിറ്റീഷ്യന്മാരും പോലീസുകാരും വരെ പേടിക്കും. എന്നിട്ടിപ്പോ ഒരു കൊച്ചു ചെറുക്കൻ സാറിന്റെ കോളറിൽ പിടിച്ച് പുറത്താക്കി. ഇത് നമുക്ക് വലിയ അപമാനമാണ് സാർ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇവനെതിരെ ബ്രഹ്മാസ്ത്രം തന്നെ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ ഇതുപോലുള്ള പീറച്ചക്കന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ബാഡ് ടോക്ക് എന്റെ റെപ്യൂട്ടേഷൻ വലിയ പ്രോബ്ലം ആകും. ഓരോ വീടിനും ഓരോ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ടാകും. ഈ വീടിന്റെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞ് ഇവരെ കൊണ്ട് തന്നെ ഒപ്പിട്ട് വാങ്ങിക്കാം. ആവനി വേദവതിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അറിഞ്ഞു. ഇനി ഇവിടെയുള്ള സാഡിസ്റ്റുമായിട്ടുള്ള കല്യാണം നടത്തണം. എന്താ? എന്റെ അവനി, എന്റെ ജോൺ വേദവതിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നോ? അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ ചേച്ചി. ചേച്ചി, അയ്യോ വികാസ്, നിർത്തടാ വികാസ്, ഒന്ന് നിർത്താൻ. എന്താ കാണിക്കുന്നത്? അളിയ, ഞങ്ങളെന്താ യൂത്ത് ആണെന്ന് കരുതിയോ ഈ പമ്പരം കറക്കുന്ന പോലെ ഇട്ട് കറക്കാൻ? ശുഭവാർത്ത കേൾക്കുമ്പോ സന്തോഷം പീക്കിലേക്ക് എത്തും അളിയ. എടാ, നിനക്ക് സന്തോഷം വന്നാലും പണിയാ, ദേഷ്യം വന്നാലും അത് പണിയാ. എന്നെ പോലുള്ളവര് വളരെ റയറാ ചേച്ചി. ആ, അത് തന്നെയാ ഞങ്ങളുടെയും പ്രോബ്ലം. ഗുഡ് ന്യൂസ് കേൾക്കുന്ന സമയത്ത് നന്നായിട്ട് ആഘോഷിക്കണം. ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകോ? ഇല്ല ചേച്ചി, വീട്ടില് ഞാനൊരു പാർട്ടി തരാം. ഓ, ഞാനും അളിയനും ഇരുന്ന് കുടിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? പറഞ്ഞുതരാം. നിങ്ങൾ ഞങ്ങൾക്ക് തൊട്ടുകൂട്ടാൻ നല്ല ടച്ചിങ്സ് ഉണ്ടാക്കണം. ടച്ചിങ്സ്? അധികം ഒന്നും വേണ്ട ചേച്ചി. ചിക്കൻ ഫ്രൈ, മട്ടൻ കറി, പ്രോൺസ് മഞ്ചൂരിയൻ, ബിരിയാണി, പിന്നെ ഡാ, നീ ഒന്ന് നിർത്തിക്കേ. ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയാലേ അയ്യോ ഒന്നുകിൽ കിടപ്പിലാകും, അല്ലെങ്കിൽ എന്റെ കഥ കഴിയും. വേണമെങ്കിൽ പറഞ്ഞു ഓൺലൈനിൽ ഓർഡർ ചെയ്യിക്കാം. ആ, ഞാൻ പക്ഷെ പാർട്ടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല അളിയ. എന്താ? കുടിക്കുന്ന ശീലമില്ലാത്തോണ്ട്. അളിയ, കള്ളൊന്നും കുടിക്കാതെയാണോ കവിളൊക്കെ കാശ്മീർ ആപ്പിള് പോലെ ആയത്? കള്ളുമൂത്ത ബാലേട്ടനിലെ അശോകേട്ടനെ പോലെ പെൺവേഷം കെട്ടിച്ച് ഡാൻസ് ഒന്നും കളിപ്പിക്കില്ലെന്നേ. പേടിക്കല്ലേ അളിയ? അല്ല, എനിക്ക് ശീലമില്ലാന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലേ? എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്? കുറക്കളിയ, എന്റെ കൂടെ കുടിക്കുന്നുണ്ടോ ഇല്ലേ? എനിക്കൊരു ശീലമില്ല, ഞാൻ കുടിക്കുകയില്ല. നിങ്ങൾ ടച്ചിങ്സ് ഉണ്ടാക്കില്ല, നിങ്ങൾക്ക് കുടിക്കാനും വയ്യ. എനിക്കൊരു കമ്പനി കിട്ടിയില്ലെങ്കിൽ അതൊരു ഇറിറ്റേഷൻ പോലെയാ. അത് തോന്നിയാ ഇതിന് ജോലി കൊടുക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? നീ പറഞ്ഞതുപോലെ ചെയ്തേക്കാം. എന്റെ റൂമിലൊരു ബോട്ടിലുണ്ട്, ഞാൻ പോയി അത് കൊണ്ടുവരാം. ഞാൻ പോയി നീ പറഞ്ഞ ഐറ്റംസ് ഒക്കെ റെഡിയാക്കിക്കോളാം. ഗുഡ് ഗേൾ ആൻഡ് ഗുഡ്. കേസാവൂന്നുള്ള പേടി കൊണ്ടാ
അല്ലെങ്കിൽ അവന്റെ പിസ്റ്റൾ കൊണ്ട് തന്നെ അവനെ തീർത്താനെ. ആ എന്നാ പിന്നെ ചെയ്യ്. നിങ്ങൾ ജയിലിലേക്ക് പോയാ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ആ അമ്മേ, പൂജാമുറി വൃത്തിയാക്കാൻ വേണ്ടി പോവാണോ? അതേ മോളെ. എന്തോ ചോദിക്കാനുണ്ടല്ലോ നിനക്ക്. പക്ഷെ അത് ചോദിക്കാൻ നിനക്കെന്തോ മടിയുണ്ട്. ചോദിക്കാൻ എന്തിനാ മോളെ ഈ മുഖവുര? മോള് ചോദിക്കേ. പൂജാമുറിന്ന് ഞാൻ വൃത്തിയാക്കിക്കോട്ടെ അമ്മേ. നീയോ? നിനക്ക് പൂജാമുറിയിൽ പോണോന്നോ? അതെ, അമ്മ ബുദ്ധിമുട്ടണ്ട, ഞാൻ തുടച്ചോളാം. അതിങ്ങോട്ട് താ അമ്മേ. അതെങ്ങനെ മോളെ ശരിയാവുന്നേ? ഞാൻ വേണം മോളെ പൂജാമുറി വൃത്തിയാക്കാൻ. കാര്യം എന്താന്ന് വെച്ചാ ആ ജാതകവും ആ അവകാശവും എനിക്ക് മാത്രം ഉള്ളത്. അത് മോൾക്ക് അറിയാത്തതല്ലോ. അറിയാമേ. എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഈ സന്ദർഭത്തില് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ചില സന്ദർഭങ്ങള് ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. അതൊക്കെ കേട്ട് നിങ്ങൾക്ക് സമ്മതം തോന്നിയാ ഈ പൂജാമുറി വൃത്തിയാക്കാനുള്ളൊരു അവസരം എനിക്ക് തരണം. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കിപ്പോ ഇതിനുള്ള അവസരം തരണ്ട. ഓക്കെ അല്ലേ? ആദ്യം നീ പറയേ. മുമ്പൊരിക്കൽ അമ്മയുടെ പെട്ടിയെടുക്കാൻ പോയ ലാവണ്യ ചേച്ചിയും വസന്ത ചേച്ചിയും അമ്മയുടെ കോപം എങ്ങനെയായിരിക്കും മനസ്സിലാക്കി. പിന്നെ നമ്മളൊന്ന് ഉത്സവത്തിന് പോയെന്ന് കളഞ്ഞു പോയൊരു മൂക്കുത്തി എന്റെ കയ്യിൽ കിട്ടി. ജാത്രയില് അമ്മയുടെ പ്രസാദം എനിക്ക് തയ്യാറാക്കാനായി കഴിഞ്ഞു. ഗുരുവെന്ന് കല്യാണ മുഹൂർത്തം നിശ്ചയിച്ച ദിവസം നിഹാരികയ്ക്ക് പൂജാമുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞില്ല. കുടുംബത്തിലെ ആർക്കും തന്നെ ഈ പൂജാമുറിയിലേക്ക് അമ്മയെ പോലെ പ്രവേശനമില്ല. പക്ഷേ ഇവിടുത്തെ അമ്മ അതിനുള്ള അവസരം എനിക്ക് തന്നിരുന്നു. അതുകൊണ്ടാ ഇവിടുത്തെ ഈ അമ്മയുടെ പെട്ടി എനിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോ ഈ അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ സ്വന്തം അനന്തരവളായ എനിക്കുണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം? എനിക്ക് അമ്മയുടെ അതേ ജാതകം അല്ലെങ്കിലും അമ്മയെ സേവിക്കാനുള്ള അർഹത ഇവിടുത്തെ അമ്മ എനിക്ക് തന്നിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ആളല്ല. എന്തോ അനന്തരവളാണെന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു പോയതാ. പറഞ്ഞ കാര്യങ്ങളില് തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അമ്മേ, ഇപ്പൊ എനിക്കൊരു അവസരം തന്നു നോക്ക്. ദേവി എനിക്കതിന് അനുമതി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ഇത് ചോദിക്കില്ല. അനുമതി തന്നു കഴിഞ്ഞാ എല്ലാ ദിവസവും ഈ പൂജാമുറി ഞാൻ വൃത്തിയാക്കി വെച്ച് അമ്മയുടെ ജോലിഭാരം കുറച്ചോളാം. പ്ലീസ് അമ്മേ. നിഷ്കളങ്കമായി ചോദിച്ചാലും സൂക്ഷ്മമായി കാര്യങ്ങളെ നന്നായി വിശദീകരിച്ചു. നീ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്റെ അനന്തരവളായതുകൊണ്ടാ ഈ യോഗ്യതകളൊക്കെ നിനക്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്റെ പൊന്നുമോളാണ്. നിന്നെപ്പോലെ നല്ലൊരു മനസ്സുള്ള ആളെ എനിക്ക് എന്റെ മരുമകളാക്കാൻ സാധിച്ചില്ല. ഇതാ മോളെ. താങ്ക്സ് അമ്മേ. ചെല്ലു മോളെ.
ശ്രീക, നിന്നെ വിശ്വസിച്ച് മറ്റൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അത് ശരി അച്ഛാ. മോളെ നിഹാരിക, എല്ലാരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ വേദ, നല്ല സന്തോഷത്തിലാണല്ലോ. പറയാൻ നിക്ക് ചേട്ടാ. എന്താ അമ്മേ? അവന് ശരിക്കൊരു മിടുക്കിയാണ്. എന്താ ചെയ്തത്? ഇതിനു മുമ്പ് അവളീ കുടുംബത്തിലാണെന്ന് അറിയാമായിരുന്നിട്ടും അതിര് പാലിച്ചിരുന്നു. അവൾ ഓടി നടക്കുന്നത് കാണുമ്പോ ഒത്തിരി സന്തോഷം തോന്നും. അതാണോ വലിയ കാര്യം? നീ നിർത്ത്. ആവനി എന്ത് കാര്യ ചെയ്തേന്ന് ഇനി പറഞ്ഞോളൂ. പൂജാമുറി ഞാനല്ലേ ഇന്നും വൃത്തിയാക്കാറുള്ളത്. ഇന്ന് ആ ജോലി ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് അവനെ അകത്തേക്ക് കയറി. അവനെ അകത്ത് കയറിയെന്നോ? മോളെ നിഹാരിക, എന്തിനാ ഇത്ര ടെൻഷൻ മോളെ? അവനെ എന്തിനാ കയറ്റിയതമ്മേ? പാപമല്ലേ അത്? അമ്മ കഴിഞ്ഞ മുറിയിൽ കയറേണ്ടത് ഞാനല്ലേ? അങ്ങനെ തോന്നുന്നവരെയൊക്കെ ഇങ്ങനെ കേറ്റിയാ എങ്ങനെയാ അമ്മേ? അവന് രക്തബന്ധത്തിൽ പെട്ടതാ. എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്? ഈ ദേഷ്യവും പകയും കാരണം അവസാനം സ്വന്തക്കാരെ പോലും തിരിച്ചറിയുന്നില്ല ഇവർക്ക്. നിങ്ങളുടെ സ്വഭാവം എന്നാ നന്നാവുക? നിന്റെയും ശ്രീകരന്റെയും കല്യാണം കഴിഞ്ഞ ശേഷം ആ ചുമതല നീ ഏറ്റെടുത്തോളൂ മോളെ. കല്യാണത്തിന് മുൻപ് പൂജാമുറിയിൽ കാലെടുത്ത് വെക്കാൻ പറ്റില്ല എന്ന് ഗുരു മുഹൂർത്തം കുറിച്ച് അന്ന് തന്നെ മനസ്സിലായിരുന്നല്ലേ? ഈ കല്യാണം കയ്യാലെ പുറത്തെ തേങ്ങയാ. നടക്കോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയാ. ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല മോളെ. അവനിക്ക് ആ സർട്ടിഫിക്കറ്റ് എങ്ങാനും ലഭിക്കൂ? അവളെന്റെ അനന്തരവളാണെന്ന് കരുതി ഞാനിങ്ങനെ പറയുന്നതല്ല. എന്റെ മരുമകളെക്കാളും മുമ്പ് പൂജാമുറിയിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടെന്ന് അറിയുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും എനിക്ക്. നിങ്ങളുടെ അനന്തരവൾ അവിടെ ഓൾറെഡി ക്ലീൻ ആക്കിയതേ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ ഒരു പേപ്പറും പിടിച്ചു വരുന്നത്? മാരേജ് സർട്ടിഫിക്കറ്റും പിടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനി ഇപ്പൊ കല്യാണക്കാരൻ പറയാനാവൂ? അനന്തരവളാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞതുകൊണ്ട് താലി കെട്ടിയ കാര്യം ഇപ്പൊ എല്ലാവരോടും പറയാനുള്ള വരവാ. നിഹാരിക, നീയുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു പേപ്പർ മിസ്സായെന്ന് അന്ന് നീ പറഞ്ഞിരുന്നില്ലേ? ഇനി അതെങ്ങാനാണോ? അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പേപ്പറല്ല. അവർക്ക് പക്ഷെ വളരെ പ്രധാനപ്പെട്ട പേപ്പറാ. അതിൽ അവരുടെ ജീവിതം. എന്താ അവനി അത്? എന്താ ഇത്ര ഭദ്രമായിട്ട് കൊണ്ടുവരുന്നേ? നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏട്ടാ. ഞാൻ വിചാരിച്ചത് തന്നെയാ ചെയ്യാൻ പോകുന്നെ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ വളരെ വലിയൊരു രഹസ്യമുണ്ട്. കൃത്യസമയത്ത് തന്നെ ഇത് പുറത്തു വരേണ്ട സന്ദർഭത്തിൽ തന്നെ ഇതെന്റെ കയ്യിൽ വന്ന് പെട്ടു. എന്താ മോളെ അത്? അതിലെന്താണെന്ന് പറയൂ മോളെ. അവനെ ഇപ്പൊ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് പറയണമെന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പേഴ്സണലായിട്ട് സംസാരിക്കാം. കുറെ നേരമായി നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ?
നിങ്ങൾക്കൊന്നും അറിയില്ല, മിണ്ടാതിരിക്കെ. അവനേ അതെന്തായാലും അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നീട് നോക്കിക്കോളാം. ഇങ്ങതാ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പാടില്ല. ഇതുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോ അത് പറയണം. അമ്മേ, ഇതെന്താണെന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണിച്ചു തരാം. ദേവി, ഇത് നിങ്ങളാരും ഇത് കണ്ട് ടെൻഷൻ ആവരുത്. എന്താ ഇത്? അച്ഛന്റെ അമ്മയുടെയും വിവാഹത്തിന്റെ പത്രിക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ലഗ്നപത്രിക പൂജാമുറിയിൽ ഭദ്രമായിട്ടിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്ചര്യ തോന്നിയത്. ഇതിൽ പറയുന്ന തീയതി പ്രകാരം നാളെയാണ് നിങ്ങളുടെ കല്യാണ ദിവസം അല്ലേ? അതെ മോളെ.